എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കണ്ടിട്ട് വരിക. ഞാൻ ആ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വീഡിയോ സീരീസ് ആയിട്ടും പ്രോപ്പർ പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിന് ലിങ്കും ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന് പിന്നിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും അതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ ഷെയർസ് ഓഫ് പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനീസ് ആർ ട്രേഡഡ്. അതെ, പബ്ലിക്കിന് മുമ്പിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഷെയർസ് ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നടക്കുന്ന ട്രേഡുകളെല്ലാം തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് വർക്കൗട്ട് ആകുന്നത്. അപ്പോൾ NSE, BSE, MCX, MSE, ഈവൻ INX ഇന്ത്യ തുടങ്ങിയ പേരുകളെല്ലാം ഒന്നും ഞാൻ പറഞ്ഞതൊന്നും ഒരു കോഴ്സിന്റെയും പേരല്ല, മറിച്ച് ഇതെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പേരാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് കേട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള രണ്ട് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ പറഞ്ഞതിനകത്തുള്ള NSEയും BSEയും ആണ്. നമ്മളിൽ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലെ NSEയോ BSEയോ ഒന്നും ഗവൺമെന്റ് ഓൺ ചെയ്യുന്നതല്ല, മറിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബ്രോക്കേഴ്സും ഒക്കെ മേജർലി ഓണർഷിപ്പ് വഹിക്കുന്ന എക്സ്ചേഞ്ചുകളാണ് NSE, BSE എന്നൊക്കെ പറയുന്നത്. പ്രൈവറ്റൈസ്ഡ് ആണെങ്കിൽ കൂടി ഗവൺമെന്റ് വ്യക്തമായിട്ടുള്ള ഗൈഡൻസും റൂൾസും എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് സെബിയുടെ റെഗുലേഷനിലൂടെ തന്നെയാണ് ഈ പറയുന്ന എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും മേജർലി NSEയും BSEയും എല്ലാം തന്നെ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഇത്രയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ പറ്റിയിട്ടൊക്കെ പഠിച്ചു. NSEയെ പറ്റി പറഞ്ഞു, BSEയെ പറ്റി പറഞ്ഞു. ഇതൊന്നും കേട്ടിട്ട് ഒരു ബിഗിനർ ആയിട്ടിരിക്കുന്ന വ്യക്തി ഒട്ടും കൺഫ്യൂസ്ഡ് ആകണ്ട. ജസ്റ്റ് രണ്ട് സൂപ്പർ മാർക്കറ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ശരിയല്ല, നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനുമുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ചില സ്ഥലങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ് അല്ലെ. നമ്മുടെ വീടിനടുത്ത് അൽമനാമ സൂപ്പർ മാർക്കറ്റും ഉണ്ട്, ധന്യ സൂപ്പർ മാർക്കറ്റും ഉണ്ടെന്നിരിക്കട്ടെ. ഈ രണ്ട് സൂപ്പർ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസമായിട്ട് മാത്രം നിങ്ങൾ NSEയും BSEയും കണ്ടാൽ മതി. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഈ രണ്ട് സ്ഥലങ്ങളിലും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചെറിയ വില വ്യത്യാസങ്ങളൊക്കെ അവിടുത്തെ സപ്ലൈയുടെയും ഡിമാൻഡിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ നമുക്ക് NSEയും BSEയും വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. 1875 ജൂലൈ മാസം 9-ാം തീയതിയാണ് നമ്മുടെ BSEക്ക് തുടക്കം കുറിക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ഏകദേശം 146 വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഏകദേശം 5400 പരം കമ്പനികൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയും അതിലൂടെ ട്രേഡ് ചെയ്യപ്പെടുകയും ഉണ്ട്. എന്നാൽ NSEയുടെ കാര്യം പറയുകയാണെങ്കിൽ 12 ഏപ്രിൽ 1962 NSE ഇന്ത്യയിലേക്ക് വരുന്നത്. ഏകദേശം 2000 പരം കമ്പനികൾ NSEയിലൂടെ ട്രേഡ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഏകദേശം 69 വർഷമായി ഇന്ത്യയിൽ NSE വന്നിട്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ NSEയെക്കാട്ടിലും പഴക്കം ചെന്നതും NSEയെക്കാട്ടിലും പാരമ്പര്യമുള്ളതും ഈവൻ NSEയെക്കാട്ടിലും കൂടുതൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള BSE എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. എന്നാൽ നമുക്കറിയാം, നമ്മൾ ഒരു ബിഗിനർ എന്ന നിലയിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ കൂടുതലും കേൾക്കാൻ പോകുന്നത് NSEയെ പറ്റിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരും NSEയിൽ ട്രേഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ പോലും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് NSEയിൽ ട്രേഡ് ചെയ്യാനാണ്. ഈവൻ ഞാൻ പോലും സ്റ്റാർട്ട് ചെയ്ത് ഒരു ബിഗിനിങ് ഫേസിൽ നിന്നപ്പോൾ എൻ്റെ മെന്റേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞത് NSEയിൽ കയറുക എന്നുള്ള സ്റ്റെപ്പിലോട്ടാണ്. BSEയെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് കൂടിയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഉണ്ടാവാനുള്ളൊരു സംശയം, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സംശയം എന്ന് പറയുന്നത് NSEയെക്കാട്ടിലും BSE ആണ് എല്ലാം കൊണ്ടും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ വലുത്. എന്നാൽ എന്തുകൊണ്ടാണ് BSEയെക്കാട്ടിലും NSE മുകളിൽ നിൽക്കുന്നത്? സോ വൈ NSE ഈസ് മോർ പോപ്പുലർ ദാൻ BSE എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഹർഷദ് മെഹ്ത സ്കാം ആണ്. നമുക്കറിയാം, സ്കാം 1992 സീരീസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സീരീസിനകത്ത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നതും പറയുന്നതുമെല്ലാം BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ ഒരു സ്കാം നടക്കുന്നതും സ്കാം സംഭവിക്കുന്നതൊക്കെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ മുൻനിർത്തിക്കൊണ്ടാണ്. നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ട് തകരുകയും ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ട്രേഡേഴ്സിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും എല്ലാം ട്രസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളത് വളരെ നല്ല രീതിയിൽ തകരുകയും ചെയ്തു. ഈ ഒരു ടൈമിലാണ് പിക്ചറിലേക്ക് ആര് കടന്നു വരുന്നത്? NSE കടന്നു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞ പോലെ BSE ബേസ് ചെയ്തിട്ടാണ് ഈ സ്കാം എല്ലാം സംഭവിച്ചത്. സോ BSEയിലുള്ള ട്രസ്റ്റ് ആണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനും റീറ്റെയിലേഴ്സിനും എല്ലാം തകർന്നു പോയത്. ആ സമയത്ത് NSE വരുമ്പോൾ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് മറ്റൊരു ഓപ്ഷൻ പോസിബിളി ഇല്ലായിരുന്നു എന്നുള്ളതാണ് NSE ഹൈപ്പ് ആവാനുള്ള ഒന്നാമത്തെ കാരണം.
രണ്ടാമത്തെ മേജർ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ട്രേഡിംഗ് സിസ്റ്റമാണ്. സ്കാം 1992 സീരീസ് കണ്ടിട്ടുള്ളവർക്കറിയാം. ആ ഒരു സീരീസിൽ കാണിക്കുന്നത് പോലെ എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ എല്ലാ ബ്രോക്കേഴ്സും കൂടി റിങ്ങിൽ ചെന്ന് നിന്ന് അവിടെ നിന്ന് അലറി വിളിച്ചുകൊണ്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ്, ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു റീറ്റെയിലർക്ക് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നേരെ സബ് ബ്രോക്കറെ കോൺടാക്ട് ചെയ്യുകയും സബ് ബ്രോക്കർ ആരെയൊക്കെയോ കോൺടാക്ട് ചെയ്ത് ശേഷം നേരിട്ട് റിങ്ങിൽ ആ ഒരു കണക്ഷൻ എത്തുകയും അവിടെയാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ അത്രയും ആൾക്കാരിലൂടെ പാസ് ചെയ്തിട്ടാണ് റിങ്ങിൽ ചെന്നിട്ട് ആക്ച്വൽ ട്രേഡിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ടൊരു ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ റീറ്റെയിലറും അതുപോലെ തന്നെ നമ്മുടെ ആക്ച്വൽ സീനിൽ നിൽക്കുന്ന ബ്രോക്കറും തമ്മിൽ വളരെ വലിയൊരു ബാരിയർ അവിടെ ഉണ്ട്. ബ്രോക്കേഴ്സിന് പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രോബ്ലവും അവിടെയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂസ് അറിയണം എന്നുണ്ടെങ്കിൽ രാവിലെ പത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പത്രത്തിലുള്ള ഓഹരി വിപണിയെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് നോക്കിയിട്ടാണ് ഒരു ഇൻവെസ്റ്ററിന് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂസ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അറിയാൻ പറ്റൂ. ഓഹരി വിപണിയിൽ ഉണ്ടാവുന്ന വിലക്കയറ്റത്തെ പറ്റിയിട്ടും ഇറക്കത്തെ പറ്റിയിട്ടും വ്യക്തമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റൂ. സോ ആ ഒരു ബ്ലാക്ക് ബോക്സ് സമ്പ്രദായമാണ് ഏറ്റവും കൂടുതലായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് NSE വളരെ ഇംപ്രസീവ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നത്. അവർ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. വളരെ പ്രൊഫഷണൽ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലോട്ട് NSE BSEക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം സോർട്ട് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ്. അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻറ്റ് സിസ്റ്റത്തിൽ എല്ലാ ആൾക്കാരും അട്രാക്റ്റഡ് ആവുകയും അവർ ആ ഒരു മെത്തേഡ് സ്വീകരിക്കാനും ഈ ഒരു മെത്തേഡിലൂടെ, അതായത് ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയി വന്ന NSEയുടെ ആ ഒരു ഫെസിലിറ്റി എല്ലാവർക്കും വളരെയധികം അട്രാക്റ്റഡ് ആയി. സോ NSE മുന്നോട്ട് വരാൻ അല്ലെങ്കിൽ NSEയിൽ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവാനുള്ള ഒരു മറ്റൊരു റീസൺ ഈ പറയുന്ന ഡിജിറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് NSEയിലാണ് ആദ്യം വന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BSE വളരെ മൊണോപ്പോളിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ NSE അങ്ങനെയല്ല, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ബാരിയേഴ്സും മാറ്റി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ റീറ്റെയിലേഴ്സിന് മാർക്കറ്റ് നോക്കിക്കാണാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി, ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നാലാമത്തത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു പ്രോബ്ലം ആയിരുന്നു ഡെപ്പോസിറ്ററി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. അതായത് അന്നത്തെ കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് ബൈ ചെയ്താൽ അത് ഡെലിവറി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു സ്റ്റോക്കിന്റെ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മുടെ വീട്ടിലെത്തുകയും അത് നമ്മൾ ടെക്നിക്കലി അത് നമ്മൾ കയ്യിൽ കീപ്പ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു ഫെസിലിറ്റി ആയിരുന്നു അന്നത്തെ കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിന്നുകൊണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഫോർജറിയാണ്. സർട്ടിഫിക്കറ്റിനെ കോപ്പി ചെയ്തുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കുന്ന ഒരു മെത്തേഡ്, ഒരു പ്രകൃതം അവിടെ കണ്ടുകൊണ്ടിരുന്നു. അതായത് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനികൾ അവർക്ക് വേണ്ട ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ലോൺ ചെയ്തുകൊണ്ട് അവർ ലോൺ എടുത്തിട്ട് ഷെയർ സർട്ടിഫിക്കറ്റ് പണയം വെച്ചിട്ട് അവർ ലോൺ എടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയും ആ സാഹചര്യത്തിൽ ബയേഴ്സിന് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവർ ലോൺ മാനുവലി അവർക്ക് ക്ലിയർ ചെയ്യേണ്ട സമയം വരെ വെച്ചുകൊണ്ടിരുന്നിട്ട് അവർ ക്ലിയർ ചെയ്ത ശേഷം ആ ആക്ച്വൽ സർട്ടിഫിക്കറ്റ് തിരിച്ചെടുക്കുകയും അത് റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്ന വളരെ നല്ല രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു ഈ ഒരു സിനേറിയോ കാരണം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ റീറ്റെയിലേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ബയ്യർ ആയിരിക്കുന്ന വ്യക്തി ഈ കാര്യം മനസ്സിലാക്കി മറ്റൊരു സെല്ലറിലേക്ക് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് സെല്ല് ചെയ്ത് അയാൾ രക്ഷപ്പെട്ട് മാറും, അയാൾ സേഫ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ചങ്കൂറ്റമുള്ള വ്യക്തികൾ കേസിന് പുറമെ പോയിട്ട് അവരുടെ കാശ് നേരിട്ട് കമ്പനിയിൽ നിന്നും കൈപ്പറ്റും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഡെലിവറി എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നതനുസരിച്ച് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഫിസിക്കൽ ഷെയർ സെറ്റിൽമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഫിസിക്കൽ ഷെയർസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഫെസിലിറ്റി ഒരുപാട് കൂടി വരികയും അതിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജുകൾ കൂടി വരികയും ചെയ്തു. അതൊരു വളരെ വലിയൊരു ബർഡനായി മാറുന്ന ഒരു സിനേറിയോ ഉണ്ടായിരുന്നു. പിന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ്. നമ്മുടെ കയ്യിലുള്ള വണ്ടിയുടെ താക്കോല് പോലും സൂക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ. ഈ ഒരു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും? അത് നശിച്ചു പോകാനും കളഞ്ഞു പോകാനും ഈവൻ അത് നമ്മുടെ കയ്യിൽ നിന്നും ഇല്ലാതായി പോകാനും ഒക്കെയുള്ള മിസ്പ്ലേസ്ഡ് ആയി പോകാനും ഒക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. മോഷണം പോകാനുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഓൾറെഡി തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നു. ഇത്രയും വലിയ വള്ളിക്കെട്ട് പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഡീമെറ്റീരിയലൈസ്ഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ ഡിജിറ്റൽ ഫോമിലോട്ട് സർട്ടിഫിക്കറ്റിനെ മാറ്റുന്ന ഒരു സിമ്പിൾ സൊല്യൂഷനുമായിട്ട് ആര് വന്നത്? NSE സ്ക്രീനിലേക്ക് വരുന്നത്. ഡെപ്പോസിറ്ററി ആക്ട് 1996 പ്രകാരം NSDLനെ ആര് കൊണ്ടുവരുന്നു? NSE കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഫിസിക്കൽ ഫോമിൽ നിന്നും ഡീമെറ്റീരിയലൈസ്ഡ് ഫോം, ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന
ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ വേർഷൻ ഓഫ് വളരെ സെക്യൂർ ആയിട്ടുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് എന്നുള്ള പറയുന്ന ഒരു രീതിയിലേക്ക് NSE കൊണ്ടുവരികയാണ്. സോ നോ മോർ ഫിസിക്കൽ പേപ്പേഴ്സ്, നോ വെറീസ്. അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് റീസൺ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്സ് ഉണ്ട്, അത് വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ അവിടെ ബൈ ചെയ്യാൻ ആളുണ്ടാവണം, ശരിയല്ലേ? അവിടെ ബയ്യേഴ്സ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിൽക്കുന്ന സ്റ്റോക്ക് സെല്ലായി പോവില്ല. അവിടെ ബയ്യേഴ്സിന്റെ അവൈലബിലിറ്റി ആവശ്യത്തിനധികം ഉണ്ടെങ്കിൽ അത് ഹൈ ലിക്വിഡിറ്റി എന്നും, ബയ്യേഴ്സിന്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ അതിനെ ലോ ലിക്വിഡിറ്റി എന്നും പറയുന്നു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ലിക്വിഡിറ്റിയുടെ പ്രോബ്ലംസ്. അപ്പൊ NSEയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2000 സ്റ്റോക്കുകളോളമാണ് ഉള്ളത്, എന്നാൽ BSEയിൽ 5500ഓളം സ്റ്റോക്കുകളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം NSEയിലുള്ള സ്റ്റോക്കുകളിൽ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. കാരണം ആ സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ടും അവിടെ തന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി വളരെയധികം കൂടുതലായത് ട്രേഡേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ്. അപ്പോൾ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം റീസൺസ് പറഞ്ഞു. ഇതിനെല്ലാം സൊല്യൂഷൻ കണ്ടെത്തിയതും ഇതിനെല്ലാം മുൻകൈ എടുത്ത് മുന്നോട്ട് വന്ന് ആ ഒരു പ്രോബ്ലത്തിനെ എല്ലാം വളരെ കൃത്യമായിട്ട് സോൾവ് ചെയ്ത് ഇംപ്രസ് ചെയ്ത് മുമ്പോട്ട് വന്നതും NSE ആണ് എന്നുള്ളത് തന്നെയാണ് ആക്ച്വലി NSEയിൽ കൂടുതൽ ആൾക്കാരും അട്രാക്റ്റഡ് ആവാനുള്ള റിയൽ റീസൺ. അപ്പോൾ അത് പാസ് ഓൺ ചെയ്ത് വരുന്നു, നമ്മൾ നമ്മുടെ മെന്റേഴ്സിനെ ഫോളോ ചെയ്ത് പോകുന്നു, നമ്മൾ NSEയിലേക്ക് പോകുന്നു. ബട്ട് അതിന് പിന്നിലുള്ള റീസൺ ഈ പറഞ്ഞതാണ്. ബട്ട് അഗെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് BSEയും NSEയും കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബിഗിനർ ഫേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് BSE വളരെ യൂസ്ഫുൾ ആണ്. എന്നാൽ ഒരു അഡ്വാൻസ് ഒരു വലിയ ക്വാണ്ടിറ്റി ട്രേഡ്സ് എടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം NSE വളരെ കൂടുതൽ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതിന് പിന്നിലുള്ള റീസൺ എന്താ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ ആ ഒരു ഉത്തരം പിൻ ചെയ്തിട്ടുണ്ട്. കമന്റ് ബോക്സിൽ പോയി നോക്കി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.